ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ ഒരു രസമല്ലേ, നമ്മൾ പണ്ടെങ്ങനെയായിരുന്നു ജീവിച്ചതെന്നൊക്കെ ഒന്ന് കാണാമല്ലോ. അതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ളതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അധികം ഞാനിങ്ങനെ നിസ്കരിക്കുന്നത് അങ്ങനെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ നിസ്കരിക്കുന്ന വീഡിയോ തന്നെ എൻ്റേതുമല്ല, ഞാനൊരു രസത്തിന് വേണ്ടി വേറെ വീഡിയോ കിട്ടിയപ്പോൾ ഒന്ന് ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ രാവിലെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് കിടക്കും. അതെന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ ഒരു ചെറിയ തലകറക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഉറങ്ങൊന്നുമില്ല. കിടന്ന് എണീറ്റതിന് ശേഷം ആദ്യം വരല സിറ്റ് ഔട്ടിലേക്കാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു സമയം, ഈ ഒരു 6 മണി തൊട്ട് ഒരു 6:30 വരെ നല്ല റിലാക്സ് ആയിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഞങ്ങൾ വീടിൻ്റെ മുൻഭാഗത്തൊരു താഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ അവിടെ വന്നിട്ട് ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ അതിൻ്റെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെ വൈകുന്നേരം ആ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ ആ ഒരു ശബ്ദമൊന്നും ഉണ്ടാവില്ല. നമുക്ക് മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ മുറ്റത്ത് കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടാകുന്നതിൽ നല്ല സുഖത്തിൽ നല്ല രസമല്ലേ കിളികളെ ശബ്ദമൊക്കെ കേട്ടിട്ട്. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കും. നല്ലൊരു തണുപ്പും ഉണ്ട് കേട്ടോ അവിടെ. കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ ആകുമ്പോൾ നല്ല ചൂട് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞാൽ മോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെ ബാക്കിൽ നമുക്ക് ഓടാനായല്ലോ. അംഗനവാടിക്ക് വിടണം, കഞ്ഞി കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആ ഒരു തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ ഈ ഒരു ടൈമാണ് നമുക്ക് റിലാക്സ് ആകാൻ പറ്റിയ നല്ലൊരു സമയം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചപ്പോൾ കുറച്ച് വളരങ്ങാപ്പയർ, വഴുതന, പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ആ ചെടികളൊക്കെ ഒന്ന് നോക്കി അതിന് വെള്ളമൊക്കെ ഒന്ന് നനച്ച് ഈ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാൻ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോവും, ചായ ഇടും. ഇക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ചായ ഇടും കേട്ടോ. അപ്പോൾ ഇക്ക ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടി വൈകിട്ടാണ് ചായ ഇട്ടത്. പിന്നെ അംഗൻവാടിയിൽ നിന്ന് ഗർഭിണികൾക്ക് രാഗിപ്പൊടി കിട്ടും. അപ്പോൾ ആ റാഗി വെച്ചിട്ടുള്ള നൂൽപുട്ടാണ് ഇന്ന്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ നൂലപ്പൂ എന്നാണ് കേട്ടോ അതിന് പറയാം. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ നൂലപ്പം ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. മോളിപ്പോഴും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നൂലപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചെറുപയറും കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാനും മോളും തന്നെ അല്ലേ ഉള്ളൂ ചായക്കെന്ന് വിചാരിച്ചിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇതേ രീതിയിൽ വാഴൻ്റെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കറക്കി എടുത്തിട്ടാണ് കേട്ടോ. ഒരു 5-8 വാഴൻ്റെ ഇല ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരു ഭാഗം നൂൽപുട്ട് വേവിച്ചെടുക്കുന്നതോടൊപ്പം മറ്റ് കുറച്ചും കൂടി വാഴൻ്റെ ഇല ഉണ്ടായാൽ അതിൽ നമുക്ക് കറക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. സമയം കൂടുതൽ ലാഭിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ തട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തട്ടും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ നിൽക്കണ്ടേ. തട്ട് ആ വെന്ത് കഴിഞ്ഞ് അത് മാറ്റി കൊടുത്തതിന് ശേഷമല്ലേ നമുക്ക് ആ തട്ടിലേക്ക് വേറെ നൂൽപുട്ട് കറക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വാഴൻ്റെലാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല സുഖത്തിലായി കിട്ടും. ഒട്ടി പിടിക്കുന്ന പ്രശ്നവുമില്ല. അപ്പോൾ ട്രൈ ചെയ്യാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മോളെ ഞാൻ അംഗനവാടിയിലേക്ക് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഡെലിവറി സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വെക്കണം. പിന്നെ എന്നും ഞാൻ ചോറ് വെക്കാറുള്ളത് കുക്കറിൽ തന്നെയാണ്. നമ്മൾ സാധാരണ ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പെട്ടെന്ന് വേകുന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതൊരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് ഒരു കുക്കറിൻ്റെ അരഭാഗം വരെ വെള്ളം വെക്കുള്ളൂ. അരഭാഗത്തിന് താഴെ മാത്രം വെള്ളം വെക്കുള്ളൂ. കൂടുതലായിട്ട് വെള്ളം വെച്ചാൽ പുറത്തേക്ക് വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് വെള്ളം വരും. അപ്പോൾ ആ ഒരു പ്രശ്നം വേണ്ട വെച്ചിട്ട് കുറച്ച് വെള്ളം വെക്കുള്ളൂ. ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുക്കർ നേരെ സിങ്കിലേക്ക് ഇറക്കി വെക്കുക. കുറച്ച് വെള്ളം അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിസിലൊന്ന് പൊക്കി നോക്കുക. അപ്പോൾ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിട്ട് ഞാൻ ഓപ്പൺ ആക്കിയാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് കഞ്ഞി പോലെ ആയി കിട്ടാതെ തന്നെ നല്ല ചോറായി കിട്ടും. പിന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുത്താൽ അടിപൊളി ചോറാവും. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പെട്ടെന്ന് വേവുന്ന അരിക്ക് മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. നല്ലപോലെ വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ 2-3 വിസിലൊക്കെ അടിച്ച് സാധാരണ വിസിൽ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കിയാൽ മതി. ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലം അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇപ്പോൾ എല്ലാ പണികളും ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിക്കാനും വയ്യ, പിന്നെ വിറകുമില്ല. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് അടിച്ചേരി തുടക്കുക, ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അലക്കാനുള്ളത് മെഷീനിലാണ് ഉണ്ടാറ്. അപ്പോൾ ഇനി കുറച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. വെളിച്ചെണ്ണ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലെ ഹോസ്പിറ്റൽ ബാഗ് അങ്ങനെ ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പിന്നെ ഇതെൻ്റെ 3ാമത്തെ പ്രസവമാണ്. അപ്പോൾ നമുക്ക് ഏകദേശം
ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുള്ളത് എന്ന്. ഞാൻ PCOD PCOSൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഫസ്റ്റത്തെ പ്രസവം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കുട്ടി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, പിന്നെ എൻ്റെ തടി കുറക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഡയറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങൾ, നേർച്ചകൾ, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ സെപ്പറേറ്റായി കിടത്തുന്ന ബെഡ്, പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ പുതുതായിട്ടുള്ള അമ്മമാർക്ക് പൊതിഞ്ഞ് പിടിക്കാൻ പറ്റിയൊരു ബാഗ് ഉണ്ടല്ലോ, സിബ്ബൊക്കെ ഇട്ടുകൊണ്ട് ടർക്കിക്ക് പകരം ഉപയോഗിക്കുന്ന ബാഗ്, അതുപോലത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഡിൽ നമുക്ക് കിടക്കാൻ കിട്ടുന്ന ബെഡിൽ തന്നെയാണ് കുട്ടീനെ കിടത്താനായിട്ടും പറയാം. പിന്നെ മോള് 2-3 മാസം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞെടുപ്പാളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളെ ഷീറ്റ്, ബെഡിൽ വിരിക്കുന്ന ഷീറ്റ്, അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മോളെ പഴയൊരു ബെഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കുറക്കാനായിട്ട് പറ്റി. പിന്നെ ലേബർ റൂമിലേക്കൊക്കെ വെള്ള ഡ്രസ്സാണ്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെള്ളത്തുണികൾ വേണം കുട്ടിക്കൊക്കെ വെച്ചെടുക്കാൻ. അപ്പോൾ പമ്പേഴ്സൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉമ്മയാണ് കൊടുക്കുന്നത്. പുതപ്പ്, പാത്രങ്ങൾ, ബക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉമ്മയാണ് കൊടുക്കുന്നത്. എൻ്റെ വീട് ഹോസ്പിറ്റലും അധികം ദൂരമൊന്നുമില്ല കേട്ടോ, അപ്പോൾ അവർക്കാണ് കൊണ്ടുവരാനായിട്ട് സുഖം. ആ ഉമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ പണികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയമൊക്കെ പച്ചക്കറികളൊക്കെ നനയ്ക്കുകയാണ്. കുറച്ച് നല്ല വെയിലാണല്ലോ ഇപ്പോൾ ഈ സമയത്ത്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു മരമാണ് കേട്ടോ. ഇതിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇതിൻ്റെ കായ തിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഒരു ചെറുനാരങ്ങ, അങ്ങനെ പുളിയിൽ എന്ത് സാധനം തിന്നാലും നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് 2-3 ചെടിച്ചട്ടിയൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ചെടീൻ്റെ ഭ്രാന്ത് കയറിയാൽ പിന്നെ ഇങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ ചെടിയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് കൊടുക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മളെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടി കുഴച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ. ചെടികളെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കാണാൻ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു പെൺകുട്ടി തന്ന ചെടികളാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ലപോലെ ഉണ്ടാവും എന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ ഉമ്മാക്ക് ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു വിശ്വാസം. ഞങ്ങൾ ആർക്കെങ്കിലും ഗർഭിണി ആയിട്ടുണ്ടെന്നുണ്ട് ഉമ്മ നല്ല പൊരിഞ്ഞ കോഴിക്ക് മുട്ട വെപ്പിക്കും. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഞങ്ങളെ കൊണ്ട് കുഴിച്ചിടും. എല്ലാ കാര്യങ്ങളും ഉമ്മ ചെയ്തരും. നമ്മൾ ആ വിത്ത് നട്ടാൽ മതി. അതുപോലെ തന്നെ പൊരിഞ്ഞ കോഴിക്ക് നമ്മൾ മുട്ട വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനത്തെ ഓരോ വിശ്വാസമുണ്ട് എൻ്റെ ഉമ്മാക്ക്. എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ലപോലെ നോക്കി ഉണ്ടാക്കിയാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും, അത് ഏത് സമയത്താണെങ്കിലും. പിന്നെ ഇതാണ് ഞങ്ങൾ വീടിൻ്റെ മുമ്പിൽ ആ താഴ്ചയുള്ള ഭാഗത്തുള്ള പാടം പോലെയുള്ള സ്ഥലം കേട്ടോ. ഇതിന് ചുറ്റുഭാഗത്ത് നല്ല മരങ്ങളൊക്കെ വെച്ചിട്ടിച്ച് നല്ല കാട് പോലെയാണ്. ഈ ഒരു കുറച്ച് ഏരിയ മാത്രമുള്ള പാടം പോലെ. അപ്പോൾ ഞാനൊരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളും വലിയവരൊക്കെ ഇവിടെ കളിക്കാനായിട്ട് വരും. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ആടുകളും 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ നിറവേറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആണുങ്ങളടിക്കൊക്കെ പോകാനൊരു മടിയല്ലേ, ആൾക്കാരടിക്ക് പോകാൻ. പ്രത്യേകിച്ച് എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ ആൾക്കാരും വരുന്നതിന് മുമ്പ് വേഗം ആടിനെ കഴിച്ചുകൊണ്ട് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളെ ആടും കുട്ടികളും കേട്ടോ, നാടനാടാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാലോ.